എന്ത് ബലപ്പെടണം? ആത്മാവിൽ ബലപ്പെടണം. ആത്മാവിൽ ബലപ്പെടണമെങ്കിൽ കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കണം. ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. 4, ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും പോരാ, ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ യേശു കർത്താവ് വളരുമ്പോൾ അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് കർത്താവ് വളർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ആ കുടുംബത്തെ കർത്താവ് തിരഞ്ഞെടുത്തത്. പ്രാർത്ഥനാന്തരീക്ഷത്തിലുള്ളൊരു കുടുംബത്തിലാണ് കർത്താവ് വളർന്നത്. ആ കുടുംബത്തെ നമുക്കൊന്ന് തൊട്ട് എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷത്തിൽ യേശു ജനിക്കാൻ കാര്യം? യോസഫ് നീതിമാനായിരുന്നു. പക്ഷെ തൻ്റെ ഭാര്യയ്ക്കുള്ളൂ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പം, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പം യോസഫ് എടുത്തൊരു സ്റ്റാൻഡുണ്ട്. അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യാതൊരു കാരണവശാലും ഈ ഭാര്യയുടെ കുറവ് ലോകം അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു വീട്ടിലാണ് ആര് പിറന്നത്? കർത്താവ് പിറന്നത്. പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യം, സ്വന്തം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് വല്ലവരോടുമൊക്കെ വിളിച്ചു പറയുകയും നാട്ടുകാരുടെ മുമ്പ് വെച്ച് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ യേശു പിറക്കത്തില്ല. യേശു പറഞ്ഞത് പങ്കാളിയുടെ കുറവ് ആരോടും പറയാത്ത ഒരു അപ്പൻ്റെ വീട്ടിലാണ് കർത്താവ് ജനിച്ചത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്തേ. എന്തെങ്കിലും കുറവുകളൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. പക്ഷേ എന്തെങ്കിലും കുറവുകളുണ്ടാകുമ്പോൾ അത് വിളിച്ചു പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലാണ് യേശു പിറക്കുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടു. ദൂതൻ വന്ന് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ട് മറിയത്തിൻ്റെ ഭാഗത്തുനിന്ന്. എന്താ പറഞ്ഞത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പം ദൈവഗീതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? അമ്മയുടെ മകനായിട്ടാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. ദൈവഗീതത്തിന് സമർപ്പിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം ആ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം അത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഈ മറിയം ഇതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, മറിയം ഈ വചനങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, മറിയം ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. പുസ്തകമുള്ളവരൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കുക, കണ്ണ് കാണാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. മറിയം ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. അപ്പം കേട്ട വചനം ഉള്ളിൽ സംഗ്രഹിച്ച ഒരു വീട്ടിലാണ് ആര് ജനിക്കുന്നത്? യേശു ജനിക്കുന്നത്. കേൾക്കുന്നത് ഒഴുകിപ്പോകാതെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. ഉറക്കെ പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നമ്മൾ പലപ്പോഴും ഈ പ്രസംഗമൊക്കെ കേൾക്കും, പക്ഷെ അതുപോലെ അങ്ങ് വിട്ടും പോകും. അതിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പ്രസംഗകൻ്റെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. പ്രസംഗൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പം അത് മനസ്സിൽ ഇരിക്കണമെന്നില്ല. പക്ഷെ മനസ്സിൽ ഇരിക്കണം. ഒന്ന്, പ്രസംഗൻ്റെ കുറ്റമുണ്ട്. 2, കേൾവിക്കാരുടെ കുറ്റമുണ്ട്. കേൾക്കാൻ തയ്യാറായിരുന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് വെക്കും. മറിയം ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പം പ്രസംഗിച്ച വചനങ്ങൾ ഒരു വട്ടം എബ്രായ ലേഖനം 13-ാം അധ്യായമാണ് പ്രസംഗിച്ചത്. അന്നൊരു കുഞ്ഞെൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വാക്കൊക്കെ എൻ്റെ കയ്യിൽ മനസ്സിൽ ഇരിപ്പുണ്ട്. രണ്ടാമത് ഞാനിവിടെ സന്ദേശം പറഞ്ഞത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ഇന്നുകൊണ്ടാണ്. എൻ്റെ ഓർമ്മയാണ്. ചെമ്പഴന്തി കൺവെൻഷൻ പ്രസംഗിച്ചപ്പം ഞാൻ പ്രസംഗിച്ചത് കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ജെയ്സൺ ഭാഷ കൺവെൻഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞത് ഒരാൾ നമ്മൾ കേട്ടാൽ അത് മറക്കരുത്. ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഉറക്കെ പറഞ്ഞ് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു കർത്താവ് ജനിച്ചത്. അടുത്തൊരു പ്രത്യേക കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവൻ്റെ അമ്മയപ്പന്മാർ 2-ാം അധ്യായത്തിന് 41-ാം വാക്യം, അമ്മയപ്പന്മാർ ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? പെരുന്നാളിന് പോകുമായിരുന്നു. അപ്പം പെരുന്നാളെന്നൊക്കെ പറയുമ്പം ഈ ആഘോഷങ്ങളുടെ ഒരു പെരുന്നാളില്ലേ, ആഘോഷങ്ങളുടെ ഒരു പെരുന്നാളിൻ്റെ കാര്യം അല്ല ഇവിടെ പറയുന്നത്. ബലിപ്പെരുന്നാളിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരൊരു വർഷം ആഗ്രഹിച്ചിരുന്ന ഉത്സാഹത്തോടെ ബലിപ്പെരുന്നാളിന് പോവുകയാണ്. ഇവിടുത്തെ പെരുന്നാളുകളൊക്കെ എനിക്കൊന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പക്ഷെ ഞങ്ങളുടെ നാടുകളിലൊക്കെ വരുമ്പോഴത്തേനും ഈ പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആഘോഷവും കുട്ടിയും പെട്ടയും അടിയും പിട്ടിയും എല്ലാമാണ്. ഭയങ്കര ഒരു ബഹളത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെയും പട്ടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി ആകാശത്ത് വർണ്ണ പ്രപഞ്ചങ്ങൾ തീർത്ത് മുത്തിക്കിട്ട എന്ന് വേണ്ട ഭയങ്കര ആഘോഷത്തിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ ആ പെരുന്നാളല്ല ഈ പെരുന്നാൾ. തമാശയ്ക്കെന്ന് പറയും, ഞങ്ങളുടെ അവിടെയൊക്കെ വലിയ പെരുന്നാൾ നടക്കുക. അപ്പോൾ പെരുന്നാൾ നടക്കുമ്പോൾ ഈ പെരുന്നാളാണെങ്കിൽ അടി വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓണത്തിന് ഓണത്തല്ലുണ്ട്, പെരുന്നാളിന് ഒരു അടിയുണ്ട്. അപ്പോൾ എൻ്റെ പച്ചപ്പച്ചനൊക്കെ ജീപ്പിന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ പൈലറ്റ് ജീപ്പിൻ്റെ ആഘോഷം റാസ വരുമ്പം പൈലറ്റ് ജീപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് അനൗൺസ് ചെയ്യുന്നത്, ഭയങ്കര വാചകത്തിൽ അനൗൺസ് ചെയ്യുന്നത്. നല്ല രസം. ഞങ്ങൾ പിന്നെ കളിയാക്കുമായിരുന്നു, ഇത് ഭക്തി നിർഭരമായ റാസ ഈ ഗ്രാമവീതിയെ രാജവീതികളാക്കിക്കൊണ്ട്
ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ മന്നം അടിവെച്ച് ഇതാ കടന്നു വരികയാണ്. അപ്പോൾ ഈ പുറകിൽ പൂര അടി നടക്കുകയാണ്. അതാണ് ഈ ഫ്രണ്ടിൽ അനൗൺസ് ചെയ്യുക, അടിവെച്ച് മന്ദം ഇതുവഴി ആ അടി ഉള്ള പെരുന്നാളിൻ്റെ കാര്യമല്ലേ ഈ പറയും. പിന്നത് ദേവാലയം മലീമസപ്പെടുന്നുണ്ട്. എൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഊഹയാക്കി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് ലേറ്റർ ലെവലിൽ വേണ്ട. അവർ ഈ ബലിയർപ്പിക്കാൻ വേണ്ടി വരികയാണ്. ബലിയർപ്പിക്കാൻ ആഘോഷത്തോടെ ഹല്ലേൽ ഗീതങ്ങളൊക്കെ പാടിക്കൊണ്ട് വരുന്ന ആ സമൂഹം. അപ്പം അവിടെ കാണുന്നുണ്ട് പതിവ് പോലെ ആണ്ടുതോറും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പതിവ് പോലെ ആണ്ടുതോറും. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ആരാധന മുറക്കാത്ത ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. ഒരു കാരണം ഓർക്കുക, ഒരു വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആ വീട് ഒരിക്കലും ആരാധന മുടക്കരുത്. ആരാധന നമ്മൾ ഏത് കാരണം ചൊല്ലിയും ആരാധന മുടക്കാൻ ബന്ധപ്പെടുന്നവരാണ്. എനിക്ക് രസകരമായ പല സംഭവങ്ങളും ഒന്നറിയാം. ഗൾഫിനെ അറിയാവുന്ന എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഗൾഫ് അറിയാവുന്നവരോട് ഞാൻ പറയാം. എനിക്കൊരു അവിടുത്തെ ദൈവദാസന്മാരോട് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഫാമിലി വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഈ ഗൾഫിലൊക്കെ ഇപ്പം ഈ ചർച്ച് കോംപ്ലക്സായി. ഈ ചർച്ച് കോംപ്ലക്സ് ആകുമ്പോൾ ചിലപ്പോൾ നേരത്തെ വന്നില്ലെങ്കിൽ ഇവിടെ ഈ പാർക്കിംഗ് കിട്ടത്തില്ല. അപ്പോൾ ഈ താമസം വന്നെങ്കിൽ ഇങ്ങനെ കറങ്ങി അങ്ങേ പോകണം പാർക്കിങ്ങിനിട്ടാൽ. അവിടുന്ന് പിന്നെ ഇവിടം വരെ നടക്കണം. ഭയങ്കര വെയിലല്ലേ, ഈ പൊടിക്കാറ്റ് വരെ. അപ്പോൾ അത്രയും ദൂരെയാണ് പാർക്കിംഗ് കിട്ടിയെങ്കിൽ ഇനി ഈ വെയിലത്താര നടക്കുന്ന വെച്ചോണ്ട് അണ്ണനും അണ്ണയും കൂടെ അങ്ങ് പോയിട്ട് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങി. എന്താ പറ്റിയെന്നറിയാമോ? കുഴപ്പമൊന്നും പറ്റിയില്ല, ജോലി പോയി, വീട്ടിലിരിപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജോലിയും കാറും ഒക്കെ തന്നപ്പോൾ ഒരു ശക്കലം നടക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, അമ്മയെടുക്കുക ഓരോ പിള്ളേരെ, മക്കളെ നീ എന്നോട് യോഗത്തിലിരുന്നേ, കൊച്ചിന് 1 വയസ്സേ ആയുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 56 കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇവനെ കൊണ്ട് ആരാധനയ്ക്ക് പോയെന്ന്. എന്നെ പെറ്റപ്പം 56 തികയുന്നതിന് മുമ്പ് അമ്മ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ഇരുകര വെള്ളം മുട്ടി കിടക്കുന്ന ഒഴിച്ചാൽ ഒരു ദിവസം പോലും. അപ്പോഴാണ് കൊച്ചിന് 1.5 വയസ്സായിട്ടും അതും പറഞ്ഞ് വീട്ടിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയെ ഓർത്തോണേ, ഇതൊന്നും ഒരു തടസ്സമല്ല. ആരാധന മുടക്കാത്ത ഒരു വീട്. കർത്താവിന് സ്തോത്രം ചെയ്തേ. ആരാധന മുടക്കരുത്. ഉറക്കെ പറഞ്ഞേ, ആരാധന മുടക്കരുത്. നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ മുടക്കരുത് ഒരു കാരണവശാലും. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കുടുംബമായിട്ട് കഴിവതും ആരാധനയ്ക്ക് പോകാനായിട്ട് കാണും. ആരാധനയോടും ആലയത്തോടും നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത് വെച്ചാൽ അവിടെ നിങ്ങൾ നേരത്തെ പോവുകയും ഒക്കെങ്കിലത്തൊന്ന് തൂക്കുകയും വൃത്തിയാക്കുകയും കസേര പിടിച്ചിടുകയും ഒക്കെ ചെയ്താൽ, അല്ലാതെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പാസ്റ്ററുടെ ഭാര്യ മാത്രം ഇങ്ങോട്ട് വന്ന് തൂക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം? തൂക്കാം. വേദനപ്പെടുന്ന ഒരനുഭവം, വേദനയോടുള്ള ഒരനുഭവം, പങ്കുവെക്കപ്പെട്ട ഒരനുഭവം പോട്ടെ, ആദ്യം ആയിക്കോട്ടെ. ദേവദാസൻ്റെ അനുഭവം. ചർച്ചിൻ്റെ മുറ്റമെല്ലാം ഇച്ചിരി വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നു. അപ്പോൾ പ്രസവിച്ച് കിടക്കുകയാണ് പാസ്റ്റർ ഭാര്യ. അപ്പോൾ ഒരു ആൻറ്റി ദൈവാത്മാ പ്രേരിതരായി സഹോദരന്മാർ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് കരം കോർത്ത് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ പാസ്റ്റർ ഭാര്യയ്ക്ക് ഇത്തിരി വൃത്തിബോധം ഉണ്ടാകാൻ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ. അവൾ പെറ്റ് കിടക്കുകയാണ്. ആ സമയം മതി ഇവർക്കൊന്ന് മുറ്റം തൂക്കാൻ. പോരെ, ഈ പ്രാർത്ഥിക്കുന്ന സമയം മതി. ചൂലെടുത്ത് ആൻറ്റിമാരെ നമുക്കെല്ലാം കൂടെ തൂക്കാമെന്ന് പറയാൻ. അപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയല്ല, നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ആലയം ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ, അതിനോടൊരു തീഷ്ണത പുലർത്തിയാൽ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയുണ്ടാകും. അപ്പം നോക്കുക, ആലയത്തോട് കാണിച്ച തീഷ്ണത, ആരാധനയോട് കാണിച്ച തീഷ്ണത, അതെല്ലാമാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ആ പള്ളിയിലോട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഓർത്തത്, ആര് കൂടില്ല? യേശു കൂടില്ല. നമ്മളാണ് എത്ര നേരം കഴിഞ്ഞാൽ തിരക്കും. ഒരു ദിവസം പോയിട്ട് 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ ഭയങ്കര വെപ്രാളമായിരിക്കും. കുഞ്ഞന്തിയേ. പക്ഷെ ഒരു കാരണമുണ്ട്. 12 വയസ്സല്ലേ ഉള്ളൂ, അത്ര വലിയ പ്രായമൊന്നുമല്ല. എത്ര വയസ്സ്? 12 വയസ്സ്. ഈ കൊച്ചിനെയൊക്കെ കണ്ടില്ലെങ്കിൽ തിരക്കത്തില്ലേ? തിരക്ക്. അമ്മയുള്ളത് കൊണ്ടാണ്, അപ്പനുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? തിരക്കുന്നത്. അതും പിള്ളേർ ഓർത്തോണേ. ഇച്ചിരി താമസിക്കുമ്പോഴത്തേന് വെപ്രാളം പഠിച്ചാൽ ഞാൻ എന്നാ കൊച്ചാണോ, എന്നെ പേടിക്കാൻ എന്നൊക്കെ കൊച്ചു ചോദിക്കും. പക്ഷേ ഇച്ചിരി കഴിഞ്ഞാൽ ഓർത്തോടെ, ഈ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ആരെങ്കിലും തിരക്കുമോ? ഇല്ല. അപ്പം പിള്ളേരെല്ലാം ഓർക്കേണ്ട, നിങ്ങളിപ്പം തിരക്കുമ്പോൾ നിങ്ങൾക്ക് വിമിഷ്ടമാണെങ്കിലും ഇവരില്ലെങ്കിൽ, നിങ്ങളെ കണ്ടില്ലെങ്കിലും ആരും തിരക്കത്തില്ലെന്ന് ഓർത്തോണം. അപ്പം തിരക്കാനുള്ളത് ആരുള്ളത് കൊണ്ടാണ്? അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നും അപ്പനും അമ്മയും ഓർത്ത് സ്തോത്രം ചെയ്തോണം. ഞാൻ എൻ്റെ ഹൃദയംഗമായ ഒരു അനുഭവം പറയുകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പം 9 വർഷമായി. എൻ്റെ അന്നൊരു ജീപ്പാണ്. അമ്മ മരിക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് ഞാൻ ജീപ്പായിരുന്നു. എൻ്റെ മഹേന്ദ്ര ജീപ്പ്.
ഹൈസ്പീഡ് ജീപ്പാണ്. ആ ജീപ്പിൻ്റെ ശബ്ദം ഒരു 100 മീറ്റർ മുമ്പ് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ കഥ ഉറക്കുമായിരുന്നു. അമ്മ മെക്കാനിക്കൽ എഞ്ചിനീയറൊന്നുമല്ല, പക്ഷെ അമ്മ എഴുന്നേറ്റ് കഥ ഉറക്കുമായിരുന്നു. അത് ആരായതുകൊണ്ടാണ്? അമ്മയായതുകൊണ്ടാണ്. രാത്രിയിൽ അപ്പം മരിച്ചിട്ട് 1-2 വർഷം ആകാറാകുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ ഒരു കോള് വരും. എവിടായിടാ? ഒരു 12 ആകുമ്പോൾ ഒരു കോള് വരും. എവിടായിടാ? പിന്നെ ഒരു 1:30 ആകുമ്പം കയറി വരുമ്പോൾ അപ്പൻ എഴുന്നേറ്റ് പോകുന്ന കാണാം. അന്നേരം ഒന്നും വേണ്ടതില്ല, കയറി വരുമ്പോൾ എഴുന്നേറ്റ് അങ്ങ് പോകും. നിന്നെ ഞാൻ നോക്കി ഇരുന്നിട്ടൊന്നുമില്ല. ഭയങ്കര ജാടക്കാരായി ഇവരൊക്കെ. നിന്നെ ഞാൻ നോക്കി ഇരുന്നിട്ടൊന്നുമില്ല എഴുന്നേറ്റ്. എന്നാലും എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടേ, അപ്പം മരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഭാര്യ വിളിച്ച് ചോദിക്കും, മക്കൾ പോലും തിരക്കാരില്ല, അപ്പ എന്ത് ചെയ്യുന്നു? അവർ കിടന്നുറങ്ങും. ഞാൻ അങ്ങ് ദൂരെ വടക്കുനിന്നൊക്കെ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. കൺവെൻഷൻകാരനെ യാത്ര അയച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ പാസ് വീട്ടിൽ ചെന്നൊന്നും ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല. അവരുടെ ജോലി തീർന്നു, നമ്മൾ പോയി. എന്നാലും വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പനുണ്ടായിരുന്നോണ്ട്. അപ്പോൾ ഈ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ തിരക്കത്തുള്ളെന്നുള്ളതും ഒരു സത്യമല്ലേ? ഇപ്പം തിരക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്താൻ ഒരു അപ്പനിങ്ങനെ ഇരിക്കുക. അയാൾ ചത്തുപോയെങ്കിൽ നിന്നെ തിരക്കാൻ ആരും കാണത്തില്ല. ആ അമ്മ മരിച്ചു പോയ പെങ്കൊച്ച നിന്നെ നോക്കി ആരും ടെൻഷൻ അടിക്കത്തില്ല. അതുകൊണ്ട് എവിടെങ്കിലും ചിലപ്പം 3-4 ദിവസം കഴിയുമ്പം ചത്ത് കിടക്കുമ്പോൾ നാറ്റം വപ്പിക്കുമ്പോൾ നാട്ടുകാരറിയത്തുള്ളൂ. പക്ഷെ 5 മിനിറ്റ് കണ്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കുക. അവരമ്മ ഉള്ളത് എന്തൊരു അനുഗ്രഹം. അപ്പോൾ അമ്മയെ ഓർത്ത് ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്തേ, കരം ഉയർത്തി സ്തോത്രം ചെയ്തേ. സത്യമല്ല ഞാൻ പറയുക, അന്വേഷിക്കുക. എന്നിട്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തത്? അന്വേഷിക്കുക. ഒരു ദിവസം കഴിഞ്ഞിട്ട് അന്വേഷിക്കാനൊരു കാരണം അവിടെ ഉള്ളത് കൊണ്ടാണ് ഒരു ദിവസം വരെ അവർ ടെൻഷൻ അടിക്കാൻ. അപ്പോൾ അമ്മ അന്വേഷിക്കാനായിട്ടുണ്ട്. അതെപ്പോഴും ഓർത്തന്നെ, അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാണ് എന്താ ഉണ്ടാകുന്നത്? അന്വേഷണം ഉണ്ടാകുന്നത്. അത് കുഞ്ഞുങ്ങളെല്ലാം അറിയേണ്ട ഒരു കാര്യം. ഒരമ്മ മരിച്ചുപോയി, ഒരു സഹോദരൻ അമ്മ മരിച്ചുപോയി. ആ സഹോദരൻ കുറേ പ്രായമായി. അവൻ്റെ അമ്മ മരിക്കുമ്പോൾ തീരെ കുഞ്ഞാണ്. അപ്പോൾ അവന് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, പെട്ടെന്നൊരു ശാരീരിക പ്രയാസം. അപ്പോൾ ഞാനതൊഴി വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആംബുലൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ആംബുലൻസ് ഈ കുഞ്ഞിനെയും കെട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എൻ്റെ കൂട്ടത്തിൽ ഒരു സഹോദരനുണ്ട്. കൊണ്ടുവന്ന് കാശുകാരിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പുറത്ത് നിൽക്കുക. അപ്പം ഈ അമ്മ മരിച്ചുപോയ കുഞ്ഞാന്ന് ഞങ്ങൾക്കറിയാം. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവനൊന്നും കുഞ്ഞല്ല, വലിയ കുഞ്ഞ്, 10-30 കല്യാണമൊക്കെ കഴിച്ച കൊച്ചാ. അപ്പോൾ കൂടെ ഇന്നൊരാൾ പറഞ്ഞു, പക്ഷേ ഇതൊന്നും നോക്കിയേ, ഇന്നലെ ഇവൻ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്ന മെസ്സേജാണ്. ഇവൻ അയച്ചത് കൊണ്ട് അതിനകത്തൊരു അർത്ഥമില്ലേ? ഞാനത് എടുത്ത് വായിച്ചേ. രസകരമായൊരു കണ്ണ് നനപ്പിക്കുന്നൊരു വാർത്ത. സംഭവം ഇത്രയേ ഉള്ളൂ. അവൻ ഫോർവേഡ് ചെയ്തൊരു മെസ്സേജ് ഇതാണ്: അമ്മ കുഞ്ഞിൻ്റെ മരിച്ചുപോയി, കൊച്ചു കുഞ്ഞ്. അപ്പോൾ അപ്പം വന്ന് കൊച്ചു കുഞ്ഞോട് ചോദിച്ചു, മോനെ അപ്പ 2ാമത് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. 2ാമത് കെട്ടിയവരെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, ഒത്തിരി നല്ല അമ്മമാരുണ്ട്. എന്നാലും അപ്പൻ 2ാമത് കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് അപ്പനെ ഇഷ്ടമാണ്, കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അപ്പൻ 2ാമത് കെട്ടി. കുറേ നാൾ കഴിഞ്ഞു കൊച്ചൻ വലുതായി. അപ്പോൾ അപ്പനൊരു ദിവസം മോനെ വിളിച്ച് വെച്ചു, മോനെ ഇപ്പോഴത്തെ മമ്മി എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇപ്പോഴത്തെ മമ്മി നല്ല മമ്മി അപ്പ, ഇപ്പോഴത്തെ മമ്മി കള്ളമൊന്നും പറയത്തില്ല, സത്യമേ പറയത്തുള്ളൂ. അതെന്നെടാ മക്കളെ അങ്ങനെ പറയുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ സ്വന്തം അമ്മ കള്ളം പറയായിരുന്നു. അതെന്നെ മക്കളെ, അമ്മ എന്നെ വഴക്ക് പറയും. അമ്മ എന്നെ ഞാൻ കുറിച്ചത് കാണിക്കുമ്പോൾ അമ്മ എന്നെ അടിച്ചിട്ട് പറയും, പന്നച്ചക്ക നിനക്കിനി ഞാൻ ചോറ് തരത്തില്ലെന്ന് പറയും. ഇച്ചിരി കഴിയുമ്പോൾ അമ്മ ചോറും കൊണ്ടുവരും. കഴിക്കടാ വിളിക്കടാ. കള്ളം പറയായിരുന്നു, ചോറ് തരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ പുറകെ എന്തും കൊണ്ട് വരും? ചോറും കൊണ്ട് വരും. ഇപ്പോഴത്തെ അമ്മ സത്യമാണ്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയ അമ്മ പറഞ്ഞു, നിനക്ക് ചോറ് തരത്തില്ല. 3 ദിവസം കഴിഞ്ഞു. സത്യമായിരുന്നു. ഇതുവരെ എന്ത് തന്നില്ല? ചോറ് തന്നില്ല. വ്യത്യാസം മനസ്സിലായില്ല? അതാണ് കുഴപ്പം. അതുകൊണ്ട് എല്ലാ മക്കളും കുറച്ചുകൂടെ അപ്പനെയും അമ്മയും കാണാൻ കഴിയണം. സ്തോത്രം ചെയ്തേ വേണ്ടേ? എന്നും അപ്പനെ അമ്മയെ ഓർക്കണം. കാരണം അവരില്ലെങ്കിൽ പിന്നെ കാത്തിരിക്കാനൊന്നും ആരും ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവധിക്ക് വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി, ഒരു ഓർഫനായിരുന്നു, ഒരു അനാഥശാലയിലെ കുട്ടി. അപ്പം ഞങ്ങൾ പഠിച്ച ആ സംഭവത്തിൽ ഒത്തിരി ദിവസങ്ങൾ ഇങ്ങനെ അവധി വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പോൾ അവധിയെടുത്തപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് പോവുക. അപ്പോൾ ഇവളെന്നെ കണ്ടപ്പം ചോദിച്ചു, നിനക്കെൻ്റെ മുഖത്തിലുള്ള ഭയങ്കര സന്തോഷം? അപ്പം ഞാൻ പറഞ്ഞു, എന്തൊരു സന്തോഷം, നാളെ വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷം. അപ്പോൾ ഇവളിങ്ങനെ വല്ലാതിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നെ വല്ലായിരിക്കും? അപ്പം പറഞ്ഞു, നിനക്ക് സന്തോഷം അവധിയല്ലേ, വീട്ടിൽ പോകുന്നതിൻ്റെ, നിന്നെ വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ടല്ലോ, നിനക്ക് സന്തോഷം. നിനക്കറിയത്തില്ലേ ഞാൻ നാളെ എവിടെ പോകുന്നു? ഞാൻ നാളെ അവധി ഇടുമ്പോൾ എൻ്റെ അനാഥശാലയിൽ പോകും. അവിടെ ഞാൻ ചെല്ലാൻ നോക്കി വലിയ ആൾക്കാരൊന്നും ഇരിപ്പില്ലടാ. അതുകൊണ്ട് വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല അവധിക്ക്. ഒരു കാര്യം, ജീവിതത്തിന് അർത്ഥമെല്ലാം നൽകുന്നത് കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ട്.
അപ്പോൾ അവരെ ഓർത്ത് എന്നും സ്തോത്രം ചെയ്യാൻ കഴിയണം. നമ്മുടെ അപ്പനും അമ്മയും കാത്തിരിപ്പില്ലേ, സഹോദരങ്ങൾ കാത്തിരിപ്പില്ലേ? അതുകൊണ്ടല്ലേ ഈ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴും വീട്ടിൽ വരാനൊരു കൊതിയുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലും വീടും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമ്മളെ കാത്തിരിക്കുന്ന കുറേ പേരെ ഓർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. നിങ്ങളുടെ കണ്ണൊന്ന് നനഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണർന്നെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു മനുഷ്യരാണ്. കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്നൊരപ്പനും അമ്മയില്ലേ, വഴക്കുണ്ടാക്കിയാലും അവരുള്ളത് കൊണ്ടല്ലേ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഓർത്തേ. കാത്തിരിക്കാൻ ആരും ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് വലിയ അർത്ഥമല്ല ഉണ്ടോ? അപ്പം ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാത്തിരിക്കാനുള്ള ബന്ധങ്ങൾ അപ്പൻ, അമ്മ, അമ്മച്ചി, അപ്പച്ചൻ. കണ്ണ് നനയുന്നത് എനിക്ക് കാണാം. സ്നേഹം ഉണരണം. നോക്കൂ, ഒരു ദിവസം കഴിഞ്ഞിട്ടും കർത്താവ് കൂടെ ഉണ്ടെന്ന് അവർ സന്ധിക്കാണ് തിരക്കുക. അതിനൊരു കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്നറിയാമോ? ആരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഓർത്തു? സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. ഇച്ചിരി താമസിച്ചാലും ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ, ഇപ്പോൾ കുഴപ്പമില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടാകുമെന്ന് ഓർത്തു. അപ്പോൾ ഇവർക്കൊരു ബന്ധമുണ്ടായിരുന്നു. അയൽക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളൊരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. അപ്പോൾ നല്ലൊരു വീടായിരുന്നു ആ വീട്. എന്ത് ബന്ധമുണ്ടായിരുന്നു? അയൽബന്ധം. ഇന്ന് നമ്മൾ ഈ പട്ടണങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ഇതൊക്കെ ഒരു ഗ്രാമാന്തരീക്ഷം പോലെ, പട്ടണത്തിനകത്തുള്ള ഗ്രാമങ്ങളിലല്ലേ. പട്ടണങ്ങളുടെ ഒരു പ്രത്യേകത എന്തോ ഇല്ല, ബന്ധങ്ങൾ ഇല്ല. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഈ നാടിന് ബന്ധങ്ങളുള്ള നാടാണ്, അയൽബന്ധങ്ങളുള്ള നാടാണ്. എനിക്ക് കല്യാണം വന്ന സമയങ്ങളിൽ അമേരിക്കയിൽ പോയി കല്യാണം വന്നു. അപ്പം ഞാൻ താമസിക്കുന്നില്ല, എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നമ്മ, നമുക്ക് അമേരിക്കയിൽ പോകണ്ടാം. അതെന്നടാ, അവിടെ കാണാൻ ചെന്ന് ചത്തുപോയ നാറുമ്പോളേ അടുത്ത ആൾ അറിയത്തുള്ളൂ അല്ലേ? നമ്മുടെ ഇവിടെയോ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകത, അസുഖമൊക്കെ വന്ന എന്ത് ആൾക്കാരാണ് വരാനുള്ളത്, കോടി വരാനും കൂടെ. ഞങ്ങളുടെ ഒരു പഴയ ഗ്രാമാന്തരീക്ഷത്തെക്കുറിച്ച് നല്ല രസകരമായൊരു സംഭവമുണ്ട്. കഥയൊന്നുമല്ല, സംഭവമാണ്. അപ്പോൾ അവിടെ ഈ വണ്ടിയൊക്കെ ഇറങ്ങി ചെല്ലാൻ പാടാം, ഓഫ് റോഡാണ്, കുത്തിറക്കം, കല്ലും മണ്ണും എല്ലാം കിടക്കും. അപ്പോൾ ജീപ്പ് കയറി ചെല്ലത്തുള്ളൂ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ജീപ്പ് ഇറങ്ങി വരും. ജീപ്പ് വരുമ്പോഴേ അറിയാം ഏതാണ്ട് രാത്രി ജീപ്പ് വന്നാൽ എന്തോ അത്യാവശ്യമുണ്ട്. അങ്ങനെ ആൾക്കാർ അച്ഛനും നെഞ്ചിനകത്ത് തന്നെ ഉണ്ടായി, ആരണ്ട് ഫോൺ ചെയ്തു, എങ്ങനെയോ ജീപ്പ് വന്നു. ജീപ്പ് കല്ലും മുള്ളും നിറഞ്ഞ് ഈ വഴി കൂടെ ഇറങ്ങി വരുമ്പോഴേ ആൾക്കാരെല്ലാം എന്താന്ന് ചോദിച്ചു. അച്ഛൻ ഇന്നാർക്ക് അസുഖമാണ്, ആശുപത്രി കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെല്ലാം ഓടി വന്നു. അവസാനം ജീപ്പ് വന്നു, എല്ലാം ചാടി ജീപ്പ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാണ്. കയറി എല്ലാവരും കയറി കഴിഞ്ഞപ്പം അവസാനം ഈ ആളെ കയറ്റാൻ സ്ഥലമില്ലായിരുന്നു. അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത. പക്ഷെ ഈ പട്ടണത്തിലൊക്കെ ചെന്നാൽ ബോഡി ആംബുലൻസ് കയറ്റി വെച്ചിട്ട് അടിയാണ്. ആരാണ് ആംബുലൻസ് കൂടെ കയറുന്നത്? എല്ലാവരും പറയും ഞാൻ എൻ്റെ കാറേ വന്നോളാം. ആംബുലൻസ് കയറാൻ തന്നെ ഇത് കുലുങ്ങി പോകേണ്ടി വരും. അവസാനം ബെൽറ്റ് ഇട്ട് കെട്ടിക്കൊണ്ട് പോകണം. പക്ഷെ ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തൊരു ആഘോഷമായിരിക്കും എന്നറിയാം. അതൊരാഘോഷമല്ലേ, ഒരർത്ഥത്തിൽ ബന്ധങ്ങളുടെ ആഘോഷം. അപ്പോൾ തിരക്കാത്തതിൻ്റെ കാരണം അയൽക്കാരുടെ കൂട്ടത്തിൽ, സഹയാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടെന്ന് ഓർത്തു. അപ്പോൾ ഈ വീടിന് എന്തുണ്ടായിരുന്നു? അയൽബന്ധം ഉണ്ടായിരുന്നു. സ്വതന്ത്രം ചെയ്തേ. അപ്പോൾ നമ്മുടെ അയൽബന്ധങ്ങൾക്കായിട്ട് സ്വതന്ത്രം ചെയ്യണം. എല്ലാവരും ഇന്ന് പറയും ഇവിടെ ജാതിയും മതവും വർഗീയതയൊക്കെയാണ്. ഞാൻ പറയും കേരളത്തിന് ഒരു വർഗീയതയും ഇവിടെ ഇല്ലാത്തൊരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിന് വർഗീയതയുണ്ടോ? ഒന്നുമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഞങ്ങൾ കണ്ടാലേ ഒരു വർഗീയതയില്ലായിരുന്നു. എന്തോ ഒരു സന്തോഷമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് താമസിച്ചു. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഹൈന്ദവരുണ്ടായിരുന്നു, മുസ്ലിങ്ങളുണ്ടായിരുന്നു, പിന്നെ ബംഗാളികളുണ്ടായിരുന്നു, തമിഴരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞ്. ഈ ജാതി മതം എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പം ഇവിടെ കാണുന്നു സഹയാത്രക്കാരുമായിട്ട് എന്തുണ്ടായിരുന്നു? ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചുപോയി. അതാണ് എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം. തിരിച്ചു ചെന്നു. എത്ര ദിവസം കൊണ്ടാണ്? 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പം താണ്ട് യേശു കർത്താവ് വലിയ കാര്യമൊക്കെ പറഞ്ഞ് ഉപദേഷ്ടകന്മാരുടെ നടുവിൽ ഇരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുക്കാണ്. അതെപ്പോഴും ഓർത്തണം. 2 കള്ളന്മാരുടെ നടുക്ക്, തൃത്വത്തിൻ്റെ നടുക്ക്, പൊൻനിലവിളക്കുടെ
നടുക്ക് അല്ലേ? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുക്ക്. ഇനി എല്ലാത്തിനും വലിയൊരു അത്ഭുതമുണ്ട്. ഈ ചരിത്രത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുക്ക്. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? മധ്യത്തിലാണ്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നു, അവിടെ നടുവിലിരിക്കുകയാണ്. അപ്പോഴാണ് ഈ അപ്പനും അമ്മയും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ 3 ദിവസമായിട്ട് ഈ കൊച്ചിനെ കാണാതെ ടെൻഷൻ അടിച്ച് ചെല്ലുക. പ്രിയരെ, 3 ദിവസമായിട്ട് ടെൻഷൻ അടിച്ച് ചെല്ലുമ്പോൾ ഈ അമ്മ ഈ കൊച്ചനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ അമ്മ ഉടനെ പറയുകയാണ്, മോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? 3 ദിവസം ടെൻഷൻ അടിച്ച് എന്നപ്പം കൊച്ചിനെ കണ്ടു. 3 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട ഉടനെ അമ്മ വിളിച്ചൊരു വാക്കുണ്ട്, മോനെ എന്നടാ ഇങ്ങനെ ചെയ്തെന്ന്. എൻ്റെ ചെമ്പഴന്തിയിലുള്ള അമ്മമാരെ, നിങ്ങൾ ഭയങ്കര ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാ, വലിയ വിദ്യാഭ്യാസമുള്ളവരോ, എന്നാലും ചോദിച്ചോട്ടെ, 3 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കിട്ടുമ്പോൾ നിങ്ങൾ മോനെന്ന് വിളിക്കുമോ വേറെ വല്ലതും വിളിക്കുമോ? ടെൻഷൻ അടിച്ച് നിന്ന് കിട്ടുമ്പോൾ എന്താ വിളിക്കും? സത്യം വിളിക്കുന്ന പറയരുത്, അത് വീട്ടിലെ വിളിക്കാം. എന്നാലും 3 ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോൾ എന്താ വിളിക്കായിരിക്കും? അറിയാമല്ലോ, വന്നില്ലേ? അന്ന് നാവിൻ്റെ അറ്റത്ത് വന്ന ഒരു സംഭവം ഇല്ലേ? വന്നല്ലോ, കള്ളം പറയില്ലേ? വന്നു. അതുകൊണ്ട് അത് വിളിക്കത്തില്ലേ? വിളിക്കും. പക്ഷേ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് യേശുവിൻ്റെ അമ്മ വിളിച്ച എന്താ? മോനെ എന്നാ വിളിച്ച്. നമ്മുടെ പല പിള്ളേരും ഈ ഭാഷ വീട്ടിലെയാണ്, പരമാർത്ഥമായ കാര്യമാണ്. നമ്മുടെ പല പിള്ളേരും ഈ അംഗൻവാടിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ചീത്ത പഠിച്ചുകൊണ്ട് വരും. അത് അവർ വിളിക്കും. എപ്പോഴാണ് വിളിക്കുന്നറിയാമോ? 4 പേര് നിൽക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ. അപ്പോഴാണ് ഈ അമ്മ ഇന്ന് ചമ്മുന്നു. അമ്മ പെട്ടെന്ന് പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ കുറ്റമല്ല. എവിടെ പോയപ്പം പഠിച്ചാ? അംഗൻവാടി ടീച്ചറിനെ പൂവിട്ട് പൂജിക്കണം. ഇതുങ്ങളെ എല്ലാം കൂടെ വളർത്തി ഉച്ചയ്ക്ക് കിടത്ത് ഉറക്കി കപ്പലിൻ്റെയും കൊടുത്ത് പാലും കൊടുത്ത് ആ ടീച്ചറുടെ ഇടപാട് തെറ്റും. എന്ത് നല്ല ടീച്ചർ അംഗൻവാടിക്കാർ. നമ്മളെ കൊണ്ട് ഒക്കാത്തന്നെ ഇതിനെ എല്ലാം കൂടെ അവിടോട്ട് കൊണ്ടുവിടുന്നത്. അതുങ്ങളെ നമുക്ക് വേണ്ടാത്തന്നെ എല്ലാം ആരും നോക്കുക? ടീച്ചർ നോക്കുക. അപ്പോൾ നല്ല ടീച്ചറല്ലേ അവർ. എന്നിട്ട് നമ്മൾ പറയും എവിടെ പോയപ്പം പഠിച്ചതാ? അംഗൻവാടി പോയപ്പം പഠിച്ച. അപ്പോൾ എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഈ ഭാഷ വീട്ടിൽ അംഗൻവാടിയിൽ അല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. ഞാൻ അമേരിക്കയിൽ താമസിക്കുക. അപ്പോൾ ഒരു കൊച്ചനോട് കുണുകുണോന്ന് ഇംഗ്ലീഷ് പറയാം, പൊട്ടപ്പെടാന്ന് ഇംഗ്ലീഷ് വരും. പിടിച്ചേക്കാൻ ഇച്ചിരി പാടും, മനസ്സിലാകുന്നില്ല അതിൻ്റെ ആക്സെൻറ്റ്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീ ഇൻ മലയാളം? എന്നാൽ അവൾ പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മലയാളം. മലയാളം വെറുപ്പാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിന് കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ഇളയ ആങ്ങൾ വന്നോ കൊട്ടുത്തു ഒറ്റ അട്ടി പുറന്നിടുക. അപ്പോൾ അവൾ പച്ചത്തെറി മലയാളത്തിൽ വിളിച്ചു. അപ്പം ഞാൻ അമേരിക്ക ഇറങ്ങി നോക്കി അംഗൻവാടി ഉണ്ടോ. അപ്പോൾ ഗേൾ ഇൻ അമേരിക്ക ഈസ് കോളിംഗ് പച്ചത്തെറി ഇൻ മലയാളം. അപ്പം എനിക്കൊരു വരി മനസ്സിലായി, ഈ ഭാഷയൊന്നും എവിടത്തെ അല്ല, സ്കൂളിലേ അല്ല, പിന്നെ എവിടത്തെയാ? വീട്ടിലെയാ. ഒന്നീ അച്ചായൻ അമ്മയെ വിളിച്ചതാ, അല്ലെങ്കിൽ അമ്മ അച്ചായനെ വിളിച്ചതാ, രണ്ടും അല്ലെങ്കിൽ അമ്മ മോനെ വിളിച്ചതാ. അപ്പോൾ ഒരു കാര്യം ഓർത്താണ്, ഈ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടും യേശുവിൻ്റെ അമ്മ വിളിച്ച വാക്കെന്താ? മോനെ എന്ന. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. പ്രിയരെ, കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, പ്രയോജനമുള്ളത് മറച്ചു വെക്കാൻ പാടില്ലല്ലോ. ഈ ലൈവുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, പലതും ആവർത്തിക്കപ്പെടാൻ. പക്ഷേ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാറില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ കാര്യം പറഞ്ഞു കാരണം സമയമില്ലാത്തതുകൊണ്ടുകൂടെ. എന്നാലും ഞാൻ പറയട്ടെ, എൻ്റെ പൊന്നു പ്രിയരെ, ഭാഷ സംശുദ്ധമാകാൻ പ്രാർത്ഥിക്കണം. ഒരു വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ എത്ര ശാന്തമായ ഭാഷ സംസാരിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ആത്മീയ നിലവാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ശരിയാണ്? ഞാൻ ശരിയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ശരിയായൊരു വീട്ടിൽ വളർന്നതുമല്ല. ഞങ്ങളുടെ അപ്പന്മാരൊക്കെ തോട്ടത്തിലായിരുന്നു. തോട്ടക്കാരുടെ ഒരു ഭാഷാശൈലിയുണ്ട്. എൻ്റെ അപ്പനൊക്കെ വർഷങ്ങൾ കൊണ്ട് പോലും അത് മാറാൻ പാടായിരുന്നു, കാരണം അവരങ്ങനെ വളർന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷ ഉദാഷ്ട്യത്തിൻ്റെയും എടുത്തടിച്ചതിൻ്റെ ഒക്കെ മറുപടികളുടെയൊക്കെ ഭാഷ. പക്ഷെ പിന്നെ കർത്താവിനോട് ഇടപെട്ട കാര്യമുണ്ട്. ആ ഭാഷയാണ് ഒരു കുടുംബത്തിൻ്റെ ആത്മീയ നിലവാരം അളക്കാനുള്ള ഒരു മാനദണ്ഡമെങ്കിൽ, യേശുവേ എൻ്റെ ഭാഷകളെ കുറച്ചുകൂടെ ശുദ്ധമാക്കാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേരുന്ന് രാത്രി പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ച് കർത്താവേ, എൻ്റെ ഭാഷയെ കുറച്ചുകൂടെ ഒന്ന് ശുദ്ധമാക്കണേ. ഒരു കാരണവശാലും ചീത്ത വിളിക്കൽ. ഇതിക്കുള്ളൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും അങ്ങനെയൊന്നും ഉള്ളവരൊന്നും അല്ല. ആരോടെ ഭാഷ ഈ സംസാരിക്കുന്നത്? നിങ്ങളോട് തന്നെയാണ്. അല്ല പിന്നെന്തോ സംശയമുണ്ടോ? ഇല്ല, നമ്മൾ മോശമൊന്നും അല്ലല്ലോ. ഒന്നുമല്ല, കള്ളം പറയല്ലേ, സത്യമല്ലേ? ഇനി
മോനെ എന്നാണ് വിളിച്ചത്. എനിക്കങ്ങ് ഇഷ്ടം തോന്നി മോനെന്ന്. ഞാനൊരിടത്ത് ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നിയത്, ഒരു ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20-ലേറെ വർഷം. ഓയ്യോ. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയുന്നു, എൻ്റെ ഭർത്താവ് എന്നെ ഇന്ന് വരെ എടിയെന്ന് വിളിച്ചിട്ടില്ല. എനിക്കങ്ങ് അത്ഭുതം തോന്നി. 20 വർഷമായി ഭർത്താവിൻ്റെ ഓർമ്മയില്ല ആ സ്ത്രീക്ക് അവരെ എടിയെന്ന് വിളിച്ചൊരു ഓർമ്മ പോലും ഇല്ല. എന്തൊരു വീടാണ്. അപ്പോൾ എനിക്ക് വേറെ രസകരമായ അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ഒരു പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു സായിപ്പ് പാസ്റ്റർ വീട്ടിൽ താമസിക്കുക. അപ്പോൾ പായിപ്പ് എപ്പോഴും കേൾക്കുക, ഈ പാസ്റ്റർ ആണെങ്കിൽ ഭാര്യയെ വിളിക്കുന്നു എടിയേ. നമ്മുടെ ഈ ആണുങ്ങളുടെ ഒരു ഒറ്റ ജോലി തീരും. ആരെങ്കിലും ഇങ്ങനെ വിരുന്നുകാർ വരുമ്പോൾ ഒറ്റ അലയാണ്, എടി ആരാടി വന്നെന്ന് നോക്കിക്കുക. അതോടുകൂടി പുള്ളിയുടെ ജോലി തീർന്നു. ആരാടി വന്നെന്ന് നോക്കിക്കുക. പിന്നെ നോക്കിയിട്ട് ബാക്കിയെല്ലാം ആര് ചെയ്തോളൂ, ഭാര്യ. എടി വിളി, ഇതെല്ലാം തീരുമല്ലോ. അപ്പോൾ ഈ സായിപ്പ് കേൾക്കുകയാണ്, പാസ്റ്റർ എപ്പോഴും വിളിക്കുന്നു എടിയേ എടിയേ. അവസാനം ഈ സായിപ്പ് പാസ്റ്ററോട് ചോദിച്ചെന്ന്, പാസ്റ്റർ യു ആർ ഓൾവേസ് കോളിങ് യുവർ വൈഫ് എടി ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എടി? അപ്പോൾ നമ്മുടെ അച്ചായൻ ആരാ മോൻ? അച്ചായൻ പറഞ്ഞെന്ന്, സായിപ്പേ യു പീപ്പിൾ ഓൾവേസ് കോൾ ഹണി ഹണി ആൻഡ് യുവർ ഹണി ഈസ് അവർ എടി. നിങ്ങളെപ്പോഴും തേനേ എന്ന് വിളിക്കും. നിങ്ങളുടെ തേനാണ് ഞങ്ങളുടെ എടിയെന്ന്. അല്ലല്ലോ, നമുക്കറിയാമല്ലോ. എന്നാലും നമ്മളെല്ലാവരും തന്നെ ഇതിന് മിടുക്കരാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ ഭാഷയിൽ മേൽ ഒരധികാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അങ്ങനെയുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഭാഷകൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പറയുന്ന ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ, എത്ര കോപം വന്നാലും മോശപ്പെട്ട ഒരു ഭാഷ എൻ്റെ വായിൽ നിന്ന് വരാതെ എൻ്റെ അതിരത്തെ കാവൽ ചെയ്യണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവരൊക്കെ കരമുയർത്തിയ ദൈവത്തോട് ഒന്നുകൂടൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീടുകളിലേക്ക് ആ ഭാഷ മാറട്ടെ. ഭാഷയുടെ ദൈവികമായ ഭാഷയുടെ ഒരു സ്വാധീനത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം.